ഓണത്തെ വരവേൽക്കാൻ സംസ്ഥാനം തയ്യാറെടുക്കുകയാണ്. ഓണം കളറാക്കാനായി സംസ്ഥാനത്ത് പൂവിപണിയും സജീവമായി. പല വിലകളിലാണ് പൂവിൽപ്പന. മഴ കാരണം കച്ചവടം കുറവാണ് എന്ന് വ്യാപാരികൾ പറയുന്നുണ്ടെങ്കിലും നാളെ ഉത്രാടപ്പാച്ചിലിൽ കച്ചവടം പൊടിപൊടിക്കുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. കൊച്ചിയിൽ നിന്ന് സൂര്യശ്രീ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. തിരുവോണത്തിന് ഇനി 2 ദിവസം മാത്രമാണ് ബാക്കി. ഓണം കളറാക്കാൻ ഇങ്ങനെ മലയാളികൾ ദാ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മലയാളിയുടെ പൊന്നോണം ദാ വീട്ടുമുറ്റത്തെത്തിയിരിക്കുന്നു എന്ന് പറയാം. നാളെ ഉത്രാടപ്പാച്ചിലാണ്. അതിനായുള്ള തിരക്കുകളിലാണ് എല്ലാവരും. ഇവിടെ പൂവിപണികൾ അടക്കം തന്നെ സംസ്ഥാനത്ത് സജീവമായി. അത്തം മുതൽ തന്നെ നഗരത്തിന്റെ പലയിടങ്ങളിലും ഇത്തരത്തിൽ പൂവ്യാപാരികളൊക്കെ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ പൂവിപണി വലിയ രീതിയിൽ സജീവമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം. കഴിഞ്ഞ ദിവസങ്ങളേക്കാൾ കൂടുതൽ കച്ചവടം നടക്കുന്നുണ്ടെന്നാണ് വ്യാപാരികൾ അടക്കം പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃപ്പൂണിത്തുറ സ്റ്റാച്യു ജംഗ്ഷനിലാണ്. കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും നാളെ അതിരാവിലെ പൂക്കളം ഇടുന്നതിനായി പൂ വാങ്ങാൻ എത്തുന്നവരെ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് ഈ സ്റ്റാച്യു ജംഗ്ഷനിൽ ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെ എല്ലാ വ്യാപാരികളൊക്കെ പറയുന്നത്. ചേട്ടാ, എങ്ങനെയുണ്ട് കച്ചവടം? വളരെ മോശമാണ്. മഴ കാരണം മോശമാണ്. വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. ഇന്നലെ ഇന്നിപ്പോ ഒരു കച്ചവടം കിട്ടുമെന്ന് വിചാരിച്ചാൽ മഴ കാരണം ആള് പോയി. ഇനിയിപ്പോ വൈകുന്നേരം 1 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ കച്ചവടമാണ്. ഉത്രാടപ്പാച്ചിലിന് കൂടുതൽ ആളുകൾ എത്തുമെന്ന് പ്രതീക്ഷ എത്തുന്ന പ്രദേശത്ത് ഞങ്ങൾ ഈ വഴിക്ക് കച്ചവടക്കാരിക്കുന്നത്. അല്ലാണ്ട് ഇപ്പൊ നമ്മള് മഴ പെയ്തു കഴിഞ്ഞാൽ രക്ഷയില്ല. എല്ലാം വളരെ ബുദ്ധിമുട്ടായിട്ട് പോകും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ മഴ ഒരു വില്ലനായി എത്തുന്നുണ്ടെന്നാണ് വ്യാപാരികൾ പറയുന്നത്. 200 രൂപ കിലോ. റോസിന് 500 രൂപ. കൂടുതൽ ഇതാ ഈ 3 ഐറ്റം ഒരേ വിലയാണ്. അങ്ങനെയാണ് ഈ കളറിലുള്ള ഈ ജമന്തിക്ക് എന്ന് പറയുന്നത് 200, 150 രൂപ മുതലാണുള്ളത്. ഈ റോസിന് 500 രൂപ. ഈ വെള്ളപ്പൂവിനും അതുപോലെ തന്നെ 500, 600, വയലറ്റ് കളറുള്ള പൂവിനൊക്കെ 600 രൂപ കിലോയ്ക്ക് എന്നുള്ള രീതിയിലാണ് വിപണിയിൽ വില വരുന്നത്. ചേട്ടാ, എങ്ങനെയുണ്ട് പൂവില് ഈ റേറ്റ്? കഴിഞ്ഞ കൊല്ലത്തൊക്കെ ആ റേറ്റ് തന്നെയാണ്. വേറെ മാറ്റമൊന്നും കാണില്ല. ഇല്ല, കൂടിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ 500 എന്ന് പറഞ്ഞാലും 200 വേണം, 500 പറഞ്ഞാലും നമ്മൾ മേടിക്കാതിരിക്കാൻ പറ്റൂല്ലോ. പൂവിന് വീടുകളിലൊക്കെ പൂ കുറവല്ലേ, മേടിച്ചാൽ പറ്റുള്ളൂ. എന്തായാലും ദിവസം ഇടാറില്ല. ഉത്രാടവും തിരുവോണവും കുട്ടികൾക്കൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ വന്നതാ. ഇല്ല, വലിയ കുഴപ്പമൊന്നുമില്ല. ഇവർക്ക് എപ്പോഴല്ലേ കിട്ടുള്ളൂ. പൂവും പൂക്കളവും ഇല്ലാതെ മലയാളിക്ക് എന്തോണം എന്ന് തന്നെ പറയാം. അതുകൊണ്ട് പൂവിപണി ഇവിടെ സജീവമായി കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ നേരത്തെ അവർ സൂചിപ്പിച്ച പോലെ മഴ ചെറിയൊരു വില്ലനായിട്ട് എത്തുന്നുണ്ട്. പക്ഷെ നാളെ ഉത്രാടപ്പാച്ചിലാണ്. ഇനി ഏതാനും കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് നാളത്തേക്ക് കടക്കാനായിട്ടുള്ളത്. ആ നാളെ വിപണി കുറച്ചുകൂടി സജീവമായിരിക്കുമെന്നാണ് വ്യാപാരികൾ പ്രതീക്ഷിക്കുന്നത്. നിരവധി പേർ പൂക്കൾ വാങ്ങാൻ എത്തും. സംസ്ഥാനത്ത് ഓണത്തെ വരവേൽക്കാൻ പൂവിപണിയും ഒരുങ്ങിയെന്ന് തന്നെ പറയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.